ഹലോ ഗൈസ്, നമസ്കാരം. അങ്ങനെ ഇന്നത്തെ കളി ഇപ്പോൾ കുറച്ച് മുമ്പ് കഴിഞ്ഞു. വലിയ രസമുണ്ടോ എന്ന് വെച്ചാൽ ആക്ച്വലി കളി മറ്റേ ലക്നൌവും പഞ്ചാബും ആയിരുന്നു. ഞാൻ കൂടുതൽ ലാഗാക്കുന്നില്ല, പഞ്ചാബ് ജയിച്ചു. 8 വിക്കറ്റാണ് ജയിച്ചത്. ലക്നൌവിന് വലിയ ഇതൊന്നും അടിച്ചു കൂട്ടാൻ പറ്റിയില്ല. തുച്ഛമായ സ്കോറായിരുന്നു. 171, 7 വിക്കറ്റ് അടിച്ചു പോയി. 171 അടിച്ചുള്ളൂ. അവർ സിമ്പിളായിട്ട് അടിച്ച് ജയിക്കുകയും ചെയ്ത് പഞ്ചാബ് അടിക്കുകയും ചെയ്തു. ഇപ്പം ലക്നൌവിൻ്റെ കളിച്ചതെന്ന് വെച്ചാൽ ഏഡൻ മക്രം സൗത്ത് ആഫ്രിക്കയുടെ 18 ഗോളി 28. പിന്നെ നിക്കോളാസ് പൂറൻ കരീബിയൻ്റെ അവൻ 30 ഗോളി 44. ഇവർ രണ്ടുപേരും കളിച്ചു. പിന്നെ ഒരു ബദോനി 33 ഗോളി 41. ഇവർ 3 പേരോട് ആകെ കളിച്ചത്. പിന്നെ അവസാനം വന്നിട്ട് അബ്ദുൾ സമദ് വന്ന് അവസാനം അണയാൻ പോകുന്ന ആളെക്കത്തുനിന്ന് പറയുന്നിട്ട് അവസാനം ഇച്ചിരി ഒന്ന്, അതായത് 12 ഗോളി 27 റണ്ണ്. ഈ 4 പേരെ കളിച്ചു, വേറെ ആരും കളിച്ചില്ല. പട്ടേന്ന് പറഞ്ഞാൽ എല്ലാത്തിനും വിക്കറ്റ് കിട്ടി. ഇപ്പോൾ അർഷദ് പിന്നെ 4 വിക്കറ്റ് കിട്ടി. അടിയിച്ച് കഴിച്ചാൽ 43 റൺസിന് വിട്ടുകൊടുത്തു, 4 വിക്കറ്റ് ഇട്ട്. ബാക്കി ചഹലിന് 1 വിക്കറ്റ്. ഇപ്പം മാർക്കോ ചാൻസ് സൗത്ത് ആഫ്രിക്കയുടെ അവന് 1 വിക്കറ്റ്. ഗ്ലെൻ മാക്സ്വെൽ ഓസ്ട്രേലിയയുടെ അവന് 1 വിക്കറ്റ്. ലൂക്കി ഫെർഗ്യൂസൺ കിവീസിൻ്റെ അവന് 1 വിക്കറ്റ്. എല്ലാവർക്കും ഓരോ വിക്കറ്റ് വിട്ട്. അർഷദീപിന് 4 വിക്കറ്റ്. അർഷദീപ് നല്ലോണം പറയും, 4 വിക്കറ്റ് ഇട്ട്. അങ്ങനെ അവർ വലിയ അടി അടിച്ചില്ല. 171 അടിച്ചതേ ഉള്ളൂ. 7 വിക്കറ്റ് പോയി. അവരുടെ മറുപടി പഞ്ചാബ് ബാറ്റിംഗ് തുടങ്ങി. പഞ്ചാബിനോട് പി സിംഗ് 34 ഗോളി 69, 9 ഫോറും 3 സിക്സും. അവൻ്റെ ഒരു വിക്കറ്റും പോയി. പഞ്ചാബിന് ആകട്ടെ 2 വിക്കറ്റേ ഉള്ളൂ. പിന്നെ അയ്യർ നല്ല രീതി കളിച്ചു. അയ്യർ 30 ഗോളി 52 റൺ അടിച്ചു, 3 ഫോറും 4 സിക്സും. പിന്നെ വധീരൻ എന്ന് പറഞ്ഞൊരു ഇന്ത്യൻ കളിക്കാരന് അവനും കളിച്ചു തന്നോടാ. 25 ഗോളി 43 റണ്ണ്. അവൻ 3 ഫോറും 4 സിക്സും. ഇവർക്ക് ലക്നൌവിനോട് എറിഞ്ഞു വെച്ചാൽ ദിഗ്വേഷ് സിംഗ് സ്പിന്നർ അവൻ 2 വിക്കറ്റ്. ആ 2 വിക്കറ്റ് മാത്രമേ പോയുള്ളൂ. അങ്ങനെ പഞ്ചാബ് സിമ്പിളായിട്ട് 8 വിക്കറ്റ് വെച്ച് പഞ്ചാബ് നല്ല സൂപ്പർ ടീമായിട്ട് വരുന്നുണ്ട്. എനിക്ക് ഈ കൊല്ലത്തിൽ നല്ലൊരു ടീമുകളിൽ ടോപ്പ് 4-ൽ കയറാൻ പറ്റുന്ന ഇതുവരെ ഉള്ളത്. ഇപ്പം നമുക്കൊന്നും തുടങ്ങിയതേ ഉള്ളൂ. ഇപ്പം 2-3 കളി ആയതേ ഉള്ളൂ. എന്നിരുന്നാലും ഇതുവരെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് പഞ്ചാബ് നല്ല സൂപ്പർ എടുക്ക് കയറി വരുന്നുണ്ട്. ഇപ്പം ശ്രേയസ് നല്ല കളി കളിക്കുന്നുണ്ട്. ശ്രേയസിന് ആക്ച്വലി ഇന്ന് മറ്റേ ഇന്ത്യൻ ടീമിൻ്റെ ഇതും കിട്ടിയിട്ടുണ്ടായിരുന്നു. അവനെ എടുത്ത് കളഞ്ഞതായിരുന്നു. പക്ഷേ BCCIൻ്റെ കോൺട്രാക്ട് മാറ്റി നേരെ തിരിച്ചെടുത്തിട്ടുണ്ട്. ശ്രേയസ് കൊള്ളാം. അന്നേരം പഞ്ചാബ് കയറി വരട്ടെ. ഇതൊരു കപ്പ് അടിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരു ചെറിയൊരു എൻ്റെ ഒരു ക്രിക്കറ്റ് പ്രേമി എന്ന രീതിയിൽ ഒരു ചെറിയ സ്വാർത്ഥ ചിന്താഗതി. ഞാൻ മുംബൈയുടെ ഫാൻ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുംബൈ ആണെങ്കിലും ഈ കൊല്ലം നേടാത്ത പിള്ളേർ ആരെങ്കിലും കപ്പടിക്കട്ടെ എന്നുള്ള ചെറിയൊരു ആഗ്രഹമുണ്ട്. ആ കൂട്ടത്തിൽ പഞ്ചാബ് മേടി കയറി വരട്ടെ. ഇതുവരെ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്. ഇതേ രീതിയിൽ മുമ്പോട്ട് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ശരി, നാളെ വീട്ടിൽ കാണാം. ബൈ ബൈ, മാസലാം.